കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നീട് നടന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാ? എന്തിനാ ഈ കേസ് ഏൽപ്പിച്ചത്? അത് കണ്ടുപിടിക്കണം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സുഗമോ ദേവിയിൽ ആകപ്പാടെ പ്രശ്നങ്ങള് കൈവിട്ട് പോവുകയാണ്. നമ്മുടെ പ്രഭാവതി ആണെങ്കിൽ നന്ദനെ കാണണം എന്നും പറഞ്ഞ് അലറി കരയുന്നു. ചന്ദ്രമതി ഉണ്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ടല്ലോ പ്രഭേ, എന്തായാലും കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ആശ്വസിപ്പിക്കുന്നുണ്ടേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഹരിയേട്ടൻ എല്ലാവരോടും പറയുന്നുണ്ട്, കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആണ്, കാര്യങ്ങൾ എങ്ങോട്ടോ കൈവിട്ട് പോവുകയാണ്, നമ്മൾ വിചാരിച്ചതിലും എന്താ പറയാ അപ്പുറത്താണ് കേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹരിയേട്ടനും എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ പ്രഭാവതിയോടും ചന്ദ്രമതിയോടും പറയുന്നുണ്ട് കേട്ടോ. ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ദേവിക ആ പോലീസുകാരനെ വിളിച്ച് ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുന്നുണ്ട്. എന്താ കേസിന്റെ കാര്യം, ഒന്നും മുന്നോട്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ കേസ് വേറൊരു പോലീസുകാരന് കൈമാറുന്നുണ്ട്. അപ്പൊ ഇത് അറിയുമ്പോൾ നമ്മുടെ ഇസബലിലേക്ക് ഒരു തിരിച്ചടിയാ. അപ്പൊ ഇസബല്ല നമ്മുടെ ആ പോലീസുകാരനോട് പപ്പനോട് പറയുന്നുണ്ട്, ഒരു കേസ് അന്വേഷണം പോലും മര്യാദക്ക് നടത്താത്ത ആ പോലീസുകാരനെ എന്തിനായിരിക്കും ദേവിക ഈ കേസ് ഏൽപ്പിച്ചത്, അതൊന്ന് അറിയണം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നൊക്കെയുണ്ടേ. അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ കൂട്ടുകാരെ? നമ്മുടെ നന്ദന് എന്തു പറ്റി, നന്ദനെ ആര് രക്ഷപ്പെടുത്തും എന്നുള്ള ചോദ്യമാണ് ബാക്കി. മിക്കവാറും നമ്മുടെ ഗിരീഷ് മാഷൊക്കെ കൂടെ കണ്ടുപിടിക്കുമായിരിക്കും നമ്മുടെ നന്ദനെ അല്ലേ. കാത്തിരിക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.